ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് അമൃത എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഇതിൽ ഫീച്ചേഴ്സ്, ക്രിറ്റിസിസം, കൺക്ലൂഷൻ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ഇൻ ദ ക്ലാസിക്കൽ തിയറി, ഇൻട്രസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റിവാർഡ് ഫോർ ദ യൂസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് the rate of interest is determined by the demand and supply of capital. ക്ലാസിക്കൽ തിയറിയിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിവാർഡായിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ഓഫ് ക്യാപിറ്റലും സപ്ലൈ ഓഫ് ക്യാപിറ്റലും വെച്ചാണ്. ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഈസ് എ പോസിറ്റീവ് ആൻഡ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഈസ് എ നെഗറ്റീവ് ഫങ്ഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു പോസിറ്റീവ് ഫങ്ഷനും ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫങ്ഷനും ആണ്. ഈ നെക്സ്റ്റ് പോയിന്റ് റിയൽ തിയറി. ദ ക്ലാസിക്കൽ തിയറി ഈസ് കൺസിഡേർഡ് വിത്ത് the real rate of interest, which is determined purely by the real factors of saving and investment. ക്ലാസിക്കൽ തിയറിയിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റിയൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും വെച്ചാണ്. ദ കൺസെപ്റ്റ് ഓഫ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മണി ഓർ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെസ് ദാൻ ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് മണി ഓർ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെസ് ദാൻ ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആകുമ്പോഴാണ്. അതായത് മണി ഓർ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനേക്കാളും ലെസ് ദാൻ ആകുമ്പോഴാണ്. ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പ്രൈസ് ലെവൽ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് എവരി വൺ ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ഇറ്റ് വിൽ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ അസ്യൂം ചെയ്യുന്നത് പ്രൈസ് ലെവൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. ആൻഡ് എവരി വൺ ആൻറ്റിസിപ്പേറ്റ്സ്, എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഈ പ്രൈസ് ലെവൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി തന്നെ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റിയൽ ആൻഡ് മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്ലോ തിയറി. ദ തിയറി ഈസ് stated in flow terms. Total saving and total investment have been considered as flow per units of time. ഇവിടെ ടോട്ടൽ സേവിങ്സും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും ഫ്ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ സപ്ലൈ ഓഫ് സേവിങ്സ് ഈസ് റിഗാർഡഡ് ആസ് എ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഇൻ ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഓഫ് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് സപ്ലൈ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നിലേക്കുള്ള ഫണ്ട്സിൻ്റെ ഇൻഫ്ലോയും പിന്നെ ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട്സിൻ്റെ ഔട്ട്ഫ്ലോയും ആണ്. ദ ഇക്വിലിബ്രിയം ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് റിക്വയർസ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ഫ്ലോസ് ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത് ഈ സേവിങ്ങിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫ്ലോസ്, അതായത് ഈ ഫ്ലോസ് അതായത് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആകുമ്പോഴാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇക്വിലിബ്രിയേറ്റീവ് മെക്കാനിസം. അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ തിയറി, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ഇക്വിലിബ്രിയേറ്റിംഗ് ഫോഴ്സ് ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് സേവിങ്ങിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഈക്വൽ ആക്കിക്കൊണ്ട് ഇതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്ന ഇക്വിലിബ്രിയേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലാസിക്കൽ തിയറിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നാണ് പറയുന്നത്. വെൻ എവർ ദർ ഈസ് ഡിസ്ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഇക്വിലിബ്രിയം ഈസ് റീസ്റ്റോർഡ് ത്രൂ ചേഞ്ചസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. The equilibrium is restored through between saving and investment. The interest. If
അറ്റ് എനി ടൈം സേവിങ് എക്സീഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും സേവിങ് കൂടുതലാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾസ് ആൻഡ് ബ്രിങ്സ് ഈക്വാലിറ്റി ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻട്രസ്റ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ട്, അതായത് ഫോൾ ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് സേവിങ്ങിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു. ഇനി ഓൺ അതർ ഹാൻഡ് ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സീഡ് സേവിങ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സേവിങ്ങിനേക്കാൾ കൂടുതലെങ്കിലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യിച്ചുകൊണ്ട് അങ്ങനെ സേവിങ്ങിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഈക്വൽ ആക്കുന്നു. ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, ഇതിൻ്റെ ക്ലാസിക്കൽ തിയറീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പോസിറ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തിയറി ഇംപ്ലിസിറ്റ്ലി റിക്വയർസ് ദാറ്റ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിൻ്റ് ഓഫ് എ പോസിറ്റീവ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഈ രണ്ട് കർവ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ക്രിറ്റിസിസം ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ ക്ലാസിക്കൽ തിയറീനെ കെയ്ൻസ് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഓൺ മെനി ഗ്രൗണ്ട്സ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് നോട്ട് എ റിവാർഡ് ഫോർ സേവിങ്. നമ്മൾ ഫസ്റ്റ് ഫീച്ചറിൽ പറഞ്ഞു ഇതിൽ ഇൻട്രസ്റ്റിനെ ഒരു റിവാർഡായിട്ട്, അതായത് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിവാർഡായിട്ടാണ് ഇവിടെ ക്ലാസിക്കൽ തിയറിയിൽ ഇൻട്രസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ് ഇവിടെ കെയ്ൻസ് ചെയ്യുന്നത്. കെയ്ൻസ് ഹാസ് ക്രിറ്റിസൈസ്ഡ് ദ ക്ലാസിക്കൽ വ്യൂ ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ സേവിങ് ഓർ ക്യാപിറ്റൽ ഓൺ ദ ഫോളോവിങ് ഗ്രൗണ്ട്സ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഗെറ്റ് ഇൻട്രസ്റ്റ് ബൈ ലെൻഡിങ് മണി വിച്ച് ഹി ഹാസ് നോട്ട് സേവ്ഡ് ബട്ട് ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫോർഫാദേഴ്സ്. അതായത് ഒരു ഇൻഡിവിജ്വലിന് അയാൾ സമ്പാദിച്ച, അല്ലെങ്കിൽ അയാൾ സേവ് ചെയ്തതോ അല്ലെങ്കിൽ അയാൾ പാരമ്പര്യമായിട്ട് അയാൾക്ക് കിട്ടിയ മണിന്നോ അത് ലെൻഡ് ചെയ്യുന്നത് വഴി ആൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. ഇഫ് എ പേഴ്സൺ ഹോൾഡ്സ് ഹിസ് സേവിങ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഹി ഏൺസ് നോ ഇൻട്രസ്റ്റ്. അതായത് ഒരു പേഴ്സൺ അയാളുടെ മണിയെ ക്യാഷിനെ അത് ക്യാഷായി തന്നെ പൂഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് അതൊന്നും ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് കഴിയില്ല. സേവിങ്സ് ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബട്ട് ഓൾസോ ഓൺ ദ ലെവൽ ഓഫ് ഇൻകം. സേവിങ്സ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ലെവൽ ഓഫ് ഇൻകത്തെയും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കെയ്ൻസ് റിഗാർഡ്സ് ഇൻട്രസ്റ്റ് ആസ് എ മോണിറ്ററി ഫിനോമിനൻ. കെയ്ൻസ് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ഫിനോമിനൻ ആണ്. ആൻഡ് ഡിഫൈൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി, അതിൻ്റെ റിവാർഡായിട്ടാണ് കെയ്ൻസ് പറയുന്നത്, അതിൻ്റെ റിവാർഡായിട്ടാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ സേവിങ്ങിന് കിട്ടുന്ന ഒരു റിവാർഡല്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. സേവ്ഡ് ബട്ട് ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫോർഫാദേഴ്സ്. അതിൽ നെക്സ്റ്റ് ക്രിറ്റിസിസം പറയുന്നത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. അതായത് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദ ക്ലാസിക്കൽ തിയറി അസ്യൂംസ് ദാറ്റ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. ക്ലാസിക്കൽ തിയറി ഓഫ് വ്യൂവിൽ ഈ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒരു ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. സെൻസിറ്റീവ്ലി ടു ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് സോ. എന്നാൽ അത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ റിയാലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് മോർ ഓൺ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസ് ദാൻ ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെ പിന്നെ ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനൊക്കെയാണ് എന്നാണ് പറയുന്നത്, എസ്പെഷ്യലി ഇൻ ദ പീരിയഡ്സ് ഓഫ് ഡിപ്രഷൻ. ഇനി സിമിലർലി സേവിങ് ആർ റെയർലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. സേവിങ്സ് റെയർ ആയിട്ടാണ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആവുന്നത്. കാരണം പീപ്പിൾ മേ സേവ് വിത്തൗട്ട് എനി റൈസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റ്
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇനി വിത്ത് റൈസ് ചെയ്തില്ലെങ്കിലും പീപ്പിൾസ് അത് മണി അവർ അത് സേവ് ചെയ്യും അല്ലെങ്കിൽ ഓർ മേ സേവ് ഇവൻ ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾസ് ടു സീറോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾ ചെയ്ത് സീറോയിലേക്ക് എത്തുമ്പോഴും ചിലപ്പോൾ ഇവൻ സേവ് അവർ അത് സേവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇൻ ഫാക്റ്റ് സേവിങ്സ് ആർ മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലെവൽ ഓഫ് ഇൻകം ദാൻ ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിലും പറയുന്നത് സേവിങ്സ് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രൈസ് ലെവൽ ഇൻകം ലെവലിനെയാണ് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഇക്വിലിബ്രേറ്റിംഗ് ഫോഴ്സ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫീച്ചറിൽ തന്നെ പറഞ്ഞു ഒരു ഇക്വിലിബ്രേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഡിസിക്വിലിബ്രിയത്തിലാവുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ട് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ക്ലാസിക്കൽ തിയറിയിൽ. എന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഇക്വിലിബ്രേറ്റിംഗ് ഫോഴ്സ്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഇക്വിലിബ്രേറ്റിംഗ് ഫോഴ്സ് അല്ല എന്നാണ് പറയുന്നത്. According to the classical economics, the equality between savings and investment is maintained by the interest rate of adjustment mechanism. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു മെക്കാനിസമാണ് ഇതിൽ ക്ലാസിക്കൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് കെയ്ൻസ് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയും ഒരു ഡിഫറെൻറ്റ് മെക്കാനിസം കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ റീസ്റ്റോറിങ് ദ ഈക്വാലിറ്റി. അക്കോർഡിംഗ് ടു ഹിം ഇൻകം ആൻഡ് നോട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ഇക്വിലിബ്രേറ്റീവ് ഫോഴ്സ്. കെയ്ൻസ് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, ഇൻകം ആണ് ഇവിടെ ഇക്വിലിബ്രേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ്. അങ്ങനെ ഇൻകത്തിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ സേവിങ്ങിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഈക്വൽ ആക്കുന്നതെന്നാണ് കെയ്ൻസ് പറയുന്നത്. വെൻ എവർ സേവിങ് എക്സീഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഇൻകം ലെവൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെയും സേവിങ്ങിനെ ഈക്വലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നു. ഇൻ അതർ വേർഡ്സ്, ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സീഡ് സേവിങ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതൽ സേവിങ്ങിനേക്കാളെങ്കിൽ ഇൻകം ലെവൽ റൈസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. റൈസ് ചെയ്യിച്ചുകൊണ്ട് സേവിങ്ങിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഈക്വലാക്കുന്നു. അതാണ് അടുത്തൊരു ക്രിറ്റിസിസായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് മണി ഇഗ്നോർഡ്. ദ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് അസ്യൂം മണി ടു ബി ന്യൂട്രൽ. മണിയെ ന്യൂട്രൽ ആയിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. മിയർലി ആക്ടിങ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാത്രമാണ് ഇവിടെ മണിയെ ഇവർ കണക്കാക്കുന്നത്, ക്ലാസിക്കൽ തിയറി കൺസിഡർ ചെയ്യുന്നത്. It ignores the role of money as a store of value that does not take into consideration the possibility that saving may be hoarded. അങ്ങനെ ഇതിൻ്റെ ഇറ്റ് ആൾസോ കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ക്വാളിറ്റി ഓഫ് മണി. അതായത് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇതിന് റോൾ ഓഫ് ഇമ്പോർട്ടൻറ്റ് റോളായിട്ടുള്ള ക്വാളിറ്റി ഓഫ് മണിയെ ഇഗ്നോർ ചെയ്യാണ് ക്ലാസിക്കൽ തിയറി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. The create money and the bank credit can play in the determination of the rates of interest. All these factors make the classical theory unrealistic and irrelevant the modern dynamic world. ഈ ഫാക്ടേഴ്സൊക്കെ ഈ തിയറി ഒരു അൺറിയലിസ്റ്റിക്കും ഇറലവൻറ്റും ആണെന്ന് തെളിയിക്കുന്നു. അതായത് മോഡേൺ ഡൈനാമിക് വേൾഡിൽ ഈ ഫാക്ടേഴ്സൊക്കെ ഈ തിയറിയെ ഒരു അൺറിയലിസ്റ്റിക്കും ഇറലവൻറ്റും ആയിട്ട് കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ദ ക്ലാസിക്കൽ തിയറി അൺറിയലിസ്റ്റിക് ബിക്കോസ് ഇറ്റ് ഈസ്
operates under the special conditions of full employment. അതായത് ഇതിൽ പറയുന്നത് ക്ലാസിക്കൽ തിയറിയിലെ ഒരു അസംഷനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ്, മാർക്കറ്റിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ കണ്ടീഷന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ ആക്ച്വൽ വേൾഡിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് അത് ശരിക്കും സാധ്യമല്ല. കാരണം എപ്പോഴും ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. കാരണം ഇവിടെ അക്കോർഡിംഗ് ടു കെയ്ൻസ്, വെൻ ദർ ആർ അൺഎംപ്ലോയിഡ് റീസോഴ്സസ് ഇൻ ദ എക്കോണമി, കെയ്ൻസ് പറയുന്നത് എക്കോണമിയിൽ അൺഎംപ്ലോയിഡ് റീസോഴ്സസ് ഉണ്ടെന്നാണ്. പീപ്പിൾ നീഡ് നോട്ട് ബി പെയ്ഡ് ഫോർ അബ്സ്റ്റെയിനിങ് ഫ്രം കൺസംഷൻ. The problem in such an economy is to put idle resources to use rather than without already employed resources from their existing employment. Hence, under the